ഹലോ ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ബാംഗ്ലൂരിൽ തുടരുകയാണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന അതിഥി ബാംഗ്ലൂരിൽ കൈരളി കിച്ചൺ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന സ്ഥാപനം നടത്തുന്ന ഷൈജു ഡാനിയൽ സാറാണ്. നമുക്ക് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. ഷൈജു ഡാനിയൽ സാറിൻ്റെ വിശേഷമാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് വിശേഷം ആരംഭിക്കാം. അപ്പോൾ നമ്മുടെ സ്ഥാപനമായ കൈരളി കിച്ചൺ ആൻഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് തുടങ്ങാം. റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 ഓക്കെ. പക്ഷേ ഇപ്പോൾ സാറ് ഇരിക്കുന്ന ഈ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 31 2023. ഓ, അപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ. ഓക്കെ, പുതിയ ഔട്ട്ലെറ്റ്. ഓക്കെ. ഇതിന് മുമ്പ് 2018 സ്റ്റാർട്ട് ചെയ്ത ഔട്ട്ലെറ്റ് 2020 അത് ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ അന്ന് വേറെ പേര് എന്തായിരുന്നു പേര്? അന്ന് ടേസ്റ്റി എന്ന് പറഞ്ഞ പേരിലായിരുന്നു. ടേസ്റ്റി. അതിനുശേഷം കൈരളി കിച്ചൺ റെസ്റ്റോറൻറ്റ് എന്നുള്ള ഒരു റെസ്റ്റോറൻറ്റ് വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ചുരുങ്ങിയ സ്റ്റാഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇന്നീ കാണുന്ന റെസ്റ്റോറൻറ്റ് വന്നത് ഇതിനുള്ള ഓക്കെ ഓക്കെ മാറിയിട്ട് 7 months 7 മാസമായിട്ടുള്ളൂ അല്ലേ? ഒരു വർഷമായിട്ടില്ല. ഈ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സത്യം പറയെങ്കിൽ കോട്ടയം അയ്യപ്പാസ് പോലെയാണ് കേട്ടോ. വിശാലമായ ഷോറൂമാണ്, വലിയൊരു എന്താ പറയുക, ഒരു റെസ്റ്റോറൻ്റാണ്. ഒത്തിരി പേർക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളുണ്ട്. നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഒരു നല്ലൊരു റെസ്റ്റോറൻ്റാണ്. സാർ, ഇത് എത്ര ഒരു സെൻറ്റിലാണ് നമ്മുടെ ഈ സ്ഥാപനം? ഇത് 18,000 സ്ക്വയർ ഫീറ്റ് ആണ് 18,000 ടോട്ടൽ ഏരിയ. ഓക്കെ. ഹോട്ടല്, പാർക്കിംഗ് ഏരിയ, പിന്നെ സ്റ്റാഫ് അക്കോമഡേഷൻ ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ. പിന്നെ ഇതിന് പുറമെ സാർ കണ്ടിട്ടുണ്ടാവും കേരള സ്റ്റോർ എന്ന് പറഞ്ഞ കേരള ഐറ്റംസും, പിന്നെ ഗ്രോസറി, വെജിറ്റബിൾസ്, പിന്നെ ഈവനിങ് സ്നാക്സുകൾ. കേരളത്തിൽ കിട്ടുന്ന നമ്മുടെ സാധാ നാടൻ പലഹാരങ്ങളെല്ലാം ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ കേരള ഫുഡ് മാത്രമല്ല, എല്ലാത്തരം ഫുഡുകളും ഉണ്ട്. കേരള ഫുഡാണ് ഞങ്ങളുടെ ബ്രാൻഡ്. പക്ഷേ ഇവിടെ തന്നെ അൽഫഹാം, തന്തൂർ തുടങ്ങി ചൈനീസ്, ഇന്ത്യൻ ഡിഷസ്, ഷവർമ, എല്ലാത്തരം ഫുഡുകളും അവൈലബിൾ ആണ്. നമുക്കിവിടെ എത്ര സ്റ്റാഫുകളുണ്ട് മൊത്തം എല്ലാം കൂടി? നമുക്കിവിടെ 70 സ്റ്റാഫുകളുണ്ട്. ഓ, ശരി. 70 സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഈ ഹോട്ടൽ മാത്രമല്ല, നമ്മൾ മെയിൻ കാറ്റേഴ്സ് ആണ് ഇവിടെ. കാറ്ററിംഗ് ആണ്. ഓ, ശരി. എങ്ങനെ ഓർഡർ അനുസരിച്ച് നമ്മൾ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കും? ഞങ്ങൾ എല്ലാ ഫങ്ഷൻസും, മാരേജ്, അതുപോലെ തന്നെ വീട്, ബ്ലെസ്സിങ്, പൂജാസ്. നമ്മളിതൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ, കേരള റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും നോൺ വെജ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഫേമസ് ഇൻ ബോത്ത് ദ സെഗ്മെൻറ്റ്. ഞങ്ങൾ വെജ് ആസ് വെൽ ആസ് നോൺ വെജിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ സദ്യാസും എല്ലാത്തരം സദ്യാസും ഞങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ കോട്ടയം, മലബാർ സ്റ്റൈൽ, ഏത് സ്റ്റൈല് നോൺ വെജ് ചെയ്യും. അപ്പം എന്തും ഇവിടെ റെഡിയാണോ? ഇല്ല, കേരള സ്റ്റൈൽ ഫുഡുകളെല്ലാം തന്നെ റെഡിയാണ്. ഇങ്ങോട്ട് എല്ലാത്തരം പായസങ്ങളും ചേർത്തുള്ള സദ്യ, പിന്നെ കോട്ടയം സ്റ്റൈലുള്ള നോൺ വെജ് ഡിഷസ്, പിന്നെ തനി മലബാർ സ്റ്റൈലുള്ള ഡിഷസ്. നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാദ് നിലനിർത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഒരു പ്രാവശ്യം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ സ്വാദ് നാവിൽ എന്നും ഉണ്ടാകണം. അതേ ആള് വീണ്ടും നമ്മുടെ ഹോട്ടലിലേക്ക് വരണം. അതാണ് നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം. ഓക്കെ. ആ സ്വാദ് നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സ്വാദ് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്കിപ്പോൾ 5 ഷെഫുമാരാണ് കേരള സെക്ഷനിലുണ്ടെങ്കിൽ, കേരള ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സെക്ഷനിലുണ്ടെങ്കിൽ 5 പേരും തയ്യാറാക്കുന്ന സാമ്പാറിന് ഒരേ ടേസ്റ്റ് ആയിരിക്കും.
അതായത് ഒരേ വർത്തരവായിരിക്കും വരുന്നത്, ഒരേ കണ്ടന്റുകളായിരിക്കും ചെയ്യുന്നത്. മെഷീനിൽ കുത്തിച്ച പോലെ അല്ലെ, മെഷീനിൽ വർക്ക് എടുത്ത പോലെ അല്ലേ, എല്ലാം ഒന്നും കറക്റ്റ് ആയിരിക്കും. അതെ അതെ, അച്ചിൽ കൊത്തി വെച്ച പോലെ. അല്ലാതെ അദ്ദേഹത്തിന്റെ സാമ്പാറിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്, ഇദ്ദേഹത്തിന് കുറഞ്ഞു പോയി, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരേ റൂട്ടിലാണ് കംപ്ലീറ്റ് പാചകം നടക്കുന്നത്. ആളുകൾ ഇടുന്ന വ്യക്തികൾ മാറുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇടുന്ന എല്ലാ കൂട്ടുകളെല്ലാം കറക്റ്റാണ്. ഓൾമോസ്റ്റ് 99% കൂട്ടുകളും സെയിമാണ്. പിന്നെ വറുത്തറിവിൽ ഇറങ്ങേണ്ട ചില കറികളുണ്ട്, അത് വറുത്തറിവിൽ തന്നെയാണ്. ആര് ചെയ്താലും, ഇപ്പോൾ ആലപ്പുഴക്കാരൻ ചെയ്താലും ശരി, കണ്ണൂരുകാരൻ ചെയ്താലും ശരി, തിരുവനന്തപുരക്കാരൻ ചെയ്താലും വറുക്കാതെ ഇടില്ല. വറുത്തരച്ച് തന്നെ വെക്കുള്ളൂ. അതെ അതെ, തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ഒരാൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന മെയിൻ സെക്ഷൻ, പണ്ടാരി സെക്ഷനിൽ, അതായത് പണ്ടാരി ഷെഫ് സെക്ഷനിൽ അയാൾ ഒരു ട്രെയിൻഡ് ആയ ശേഷമാണ് മെയിൻ കുക്കിങ്ങിലോട്ട് നിയമിക്കുള്ളൂ. വരുന്നാളെ പെട്ടെന്ന് തന്നെ നമ്മൾ മെയിൻ കുക്ക് ആക്കില്ല, അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കും. നമ്മുടെ ഈ ഹോട്ടലിന്റെ ഒരു രീതിയിൽ ഒന്ന് ട്രെയിൻ ചെയ്യും, എന്നിട്ട് എല്ലാം റെഡിയായി ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിനേക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കൂ. ബാക്കിയുള്ളവരുടെ കൂടെ കുക്കിങ്ങിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ ഫുള്ളായിട്ട്. ഓക്കെ ഓക്കെ. കസ്റ്റമേഴ്സിന്റെ റേഞ്ച് പറയുകയാണെങ്കിൽ ഞാനുമായിട്ടൊരു ആത്മബന്ധമുള്ള കസ്റ്റമേഴ്സാണ് ഒരു 90% ആൾക്കാർ. പരിചയമുണ്ട്. അവരുടെ പേരെടുത്ത് തന്നെ വിളിക്കുന്നത്. ഷൈജോട്ടാ, ഇനിയിപ്പം നമുക്കൊരു മൈന്യൂട്ട് മിസ്റ്റേക്ക്, എന്തെങ്കിലും ഒരു രുചി ഇച്ചിരി കുറയുമോ, എന്തെങ്കിലും ഒരു ഉപ്പ് കൂടുകയോ ചെയ്താലും അവരെന്നെ വ്യക്തിപരമായിട്ട് വിളിക്കും. ഷൈജോട്ടാ, ഇച്ചിരി ഉപ്പ് കൂടി പോയിട്ടോ, അല്ലെങ്കിൽ ഒന്ന് നോക്കണോട്ടോ, വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇതൊരു ഫാമിലി റെസ്റ്റോറന്റ് അല്ല, ഫാമിലി ഫ്രണ്ട്ലി റെസ്റ്റോറന്റ് ആണ്. ഓക്കെ. അപ്പൊ ഇനി നമുക്കിനി ഇപ്പൊ എന്തായാലും ഹോട്ടലിന്റെ വിശേഷങ്ങളൊക്കെ ആയി, ഇനി നമുക്ക് നാട്ടിലേക്ക് പോകാം. നമുക്ക് പിന്നെ പേഴ്സണൽ വിശേഷങ്ങൾ അറിയണം, നാടിന്റെ വിശേഷങ്ങൾ അറിയണം അല്ലേ. നാട് എവിടെയാണ് സാർ? എന്റെ വീട് കണ്ണൂർ ജില്ലയില് കേളകം എന്ന സ്ഥലത്താണ്. കൊട്ടിയൂർ എന്ന് പറഞ്ഞാൽ അറിയാം. കൊട്ടിയൂർ ശിവക്ഷേത്രം ഭയങ്കര ഫേമസ് ആണ്. വീടല്ലേ? ഓക്കെ. അച്ഛന്റെ പേരെന്താണ്? ചാച്ചനാ വിളിക്കുന്നത്. ചാച്ചൻ മരിച്ചുപോയി. ചാച്ചന്റെ പേര് ഡാനിയൽ. കൃഷിക്കാരാണ് ഞങ്ങള് കുടുംബപരമായിട്ട്. അമ്മയുടെ പേരെന്താണ്? മേരി. ഓക്കെ. അപ്പൊ ഡാനിയൽ അച്ചായന്റെയും ചാച്ചന്റെയും മേരി അല്ലേ, ഇവിടെ മകനായിട്ട്. എത്ര എന്നാ മൂത്തവനാണോ ഇളയവനാണോ? ഞങ്ങൾ 4 മക്കളാണ്. ആ 4 മറ്റു 3 പേരുടെ പേര് പറഞ്ഞു. മൂത്തയാള് ഷാജി. ഷാൻഡി പെങ്ങളാണ് അല്ലേ? ഓക്കെ. എന്ത് ചെയ്യുന്നു ഇപ്പൊ? അവള് കല്യാണം കഴിച്ച്, അവള് വീട്ടമ്മയാണ്. ഇരിട്ടിയിലാണ് കല്യാണം കഴിച്ചത്. ഇരിട്ടി. 2 കുട്ടികളുണ്ട്. രണ്ടാമത്തെ ആളും ചേച്ചിയാണ്, പെങ്ങളാണ്. ഷൈനി ഡാനിയലിനാണ്. സാർ അറിയുമായിരിക്കും, ഫേമസ് ആണ് പുള്ളിക്കാരി. ഡോക്ടറാണ്, MD ഗൈനക്കാണ്. പുള്ളിക്കാരി സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ HOD ആണ്. ഓ ശരി ശരി. അടുത്താണ് തൊടുപുഴ. പിന്നെ മൂന്നാമത്തെ ആള് ചേട്ടനാണ്, ഷൈജോ. ചേട്ടനും ചാത്തന്റെ കൂട്ട് കൃഷിപ്പണിയാണല്ലേ? അപ്പൊ ഇളയതാണല്ലേ? അപ്പൊ ഒത്തിരി വാത്സല്യത്തോടുകൂടി നമുക്ക് ഇളയ കുട്ടികൾക്കൊക്കെ കുറച്ച് വാത്സല്യം കൂടുതൽ കിട്ടുമെന്ന് അറിയാം അല്ലേ? അങ്ങനെ വാത്സല്യത്തോടുകൂടി ആയിരുന്നു നമ്മുടെ വളർന്നുകൊണ്ടിരുന്നത് അല്ലേ? ഒരു മെഡിക്കൽ റെപ്പായിട്ടായിരുന്നു വിവാഹം അല്ലേ? ആ സമയത്തായിരുന്നു എന്റെ കല്യാണം. എങ്ങനെയായിരുന്നു വിവാഹം? നമ്മളിപ്പോ പോണ വഴി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കണ്ട് പരിചയപ്പെട്ട ആരെങ്കിലും ആണോ? നേഴ്സ് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞ റൂട്ട് കറക്റ്റാണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പൊ കണ്ടിട്ടേ ഇല്ല. അതിന് മുമ്പ് കണ്ടിട്ട്. നമ്മൾ മരുന്ന് കച്ചവടമായിട്ട് പോണ സമയത്തൊന്നും. വൈഫിന്റെ പേരെന്താണ്? ലിസി. 2008 ഞാൻ ഖത്തറിന് പോവാ ഞങ്ങള്. ഓക്കെ. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ ശേഷം മക്കള് എത്ര മക്കളുണ്ടായി? 2008 മോനായി അല്ലേ? അപ്പൊ മോനായതിനു ശേഷമാണ് ഖത്തറിലേക്ക് പോകുന്നത്. ഖത്തറിലോട്ട്. അതെന്തിനായിരുന്നു ഖത്തറിലേക്ക് പോയത് പെട്ടെന്ന് തന്നെ? അവൾക്ക് അവിടെ ഖത്തർ സുപ്രീം കൗൺസിലിൽ അവിടെ ജോലി കിട്ടി. ഖത്തറിൽ വെച്ചിട്ടാണ് എനിക്ക് അടുത്ത മോൾ ഉണ്ടാകുന്നത്. ഓ ശരി. മോളുടെ പേരെന്താണ്? മോളുടെ പേര് ഐറിൻ. മോന്റെ പേരെന്തായിരുന്നു? ഇവാനും ഐറിൻ. ഓക്കെ. പിന്നെ 3 മക്കൾ ഖത്തറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സംഗീത, മൂന്നാമത്തെ ആളുടെ സംഗീത. അപ്പം അതിനുശേഷം 2018 ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പൊ ഓക്കെ സാർ, ഇത്രയും നേരം സാറിന്റെ ജീവിതത്തിന്റെ കുറച്ച് അനുഭവങ്ങളും നമ്മുടെ കൈരളി കിച്ചൺ റെസ്റ്റോറൻറ്റിന്റെ വിശേഷങ്ങളും എല്ലാം സാറ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പങ്കുവച്ചു. അപ്പോൾ ഒത്തിരി നന്ദി സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ.